ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലോ, എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലോ എന്ന് വി ഡി സതീശൻ. ഒരുത്തനും എന്നെ വിളിക്കണ്ട എന്ന് പെരുന്ന സുകുമാരൻ നായർ. എനിക്കിനി ആരെയും കാണണ്ട, മുഖ്യമന്ത്രി എന്നെ കാണുമെന്ന് പറയുന്നത് ഫോട്ടോയിൽ കൂടിയാവും. എനിക്കൊരു മുഖ്യമന്ത്രിയും കാണേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സുകുമാരൻ നായർ കൂടിക്കാഴ്ച അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ആരുടെ പ്രതികരണം? സുകുമാരൻ നായരുടെ പ്രതികരണം. ഇതിനിടയിൽ സുരേഷ് ഗോപി വന്ന് രാഷ്ട്രീയം കളിക്കുകയാണ്. നിന്റെ ഷിറ്റ് കളിയൊക്കെ അങ്ങ് സിനിമയിൽ മതി, ഇവിടെ വന്ന് കളിക്കണ്ട, ഇത് നായന്മാരുടെ സ്ഥലമാണെന്ന് കൃത്യമായി സുരേഷ് ഗോപിയോട്, ഇത് നായന്മാരുടെ ഒരു വീറ്റില്ലാണ് പിരുന്ന, അവിടെ വന്ന് കളിച്ചാൽ ഉണ്ടല്ലേ സുരേഷ് ഗോപി എന്നൊക്കെ ഉള്ള നിലയിൽ നല്ല അടിപൊളിയായിട്ട് സുരേഷ് ഗോപി ശൈലിയിൽ തന്നെ കൃത്യമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഇനി ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറയും. കൊച്ചുകുട്ടികൾ പറയും, അമ്മുമ്മ അപ്പുപ്പ വേല കാണിച്ചാൽ അടിച്ച് ചോട്ടോയിൽ കയറ്റിക്കള എന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ കയറ്റുമെന്ന്, അടിച്ച് കൊന്നുകളയുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നെങ്കിൽ അത് അന്ന് തന്നെ പറയണമായിരുന്നു. വിളിച്ചപ്പോൾ തന്നെ പറയണം, ഞാൻ തിരക്കിലാണ്, ബഡ്ജറ്റ് കഴിയട്ടെ. എന്നാൽ അത് കഴിഞ്ഞ് കാലം കഴിഞ്ഞ് പിന്നെ പശുവും ചത്ത് മോരിലെ പുളിയും പോയി, പിന്നെ മോര് തന്നെ ഇല്ലാതായി, എല്ലാം പോയതിന് ശേഷം ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ ഒരു കാര്യമില്ല. ഞാൻ വിടമാട്ടെ, അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാക്കലാം, ഞാൻ വിടമാട്ടെ, 29 പാക്കലാം എന്നാണ് ഇവിടെ സുകുമാരൻ നായർ പറയുന്നത്. താൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞു, അത് ഓവർ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞു, ഇനി കാര്യമില്ല എനിക്ക് പറയാൻ, തനിക്കിനി ആരെയും കാണേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആര്? സുകുമാരൻ നായർ. അപ്പോൾ സുകുമാരണ്ണൻ ഇനി ആരെയും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ വി ഡി സതീശൻ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയച്ചു കൊടുക്കാം, അഥവാ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സൈസ് ഫോട്ടോ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നെറ്റിൽ കയറിയാൽ ഗൂഗിളിൽ സുകുമാരൻ നായർ നടിച്ചാൽ NSS ജനറൽ സെക്രട്ടറി നടത്തിയാൽ കുറേ ഫോട്ടോ കിട്ടും, അത് മതി. ഇനി അവൻ എൻ്റെ ഫോട്ടോ കാണണ്ട എന്നാണ് സുകുമാരൻ നായർ ചേട്ടൻ പറയുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ NSS നേരത്തെ അനുമതി തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ച് വിളിച്ചിരുന്നു, എന്നാൽ കാണാനുള്ള തീയതിയോ സമയമോ അറിയിച്ചില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. യഥാർത്ഥത്തിൽ വിളിച്ചിരുന്നു, പക്ഷേ കാണാൻ സമയം കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നാണ്. എന്നാൽ വി ഡി സതീശൻ അവർ പറയുന്നത് സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചിട്ടില്ല, അങ്ങോട്ട് വിളിച്ചിരുന്നു, വിശദീകരിച്ച് വി ഡി സതീശൻ. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തകൾ തെറ്റാണ് എന്ന്, അടിസ്ഥാനരഹിതമാണെന്നും വി ഡി സതീശൻ. ബഡ്ജറ്റ് തിരക്കുകൾക്കിടയിൽ അദ്ദേഹം തൻ്റെ PA വിളിച്ചിരുന്നുവെന്നും, എന്നാൽ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ അത് 2 ദിവസത്തിന് ശേഷം താൻ അനുമതി നൽകിയില്ലെന്ന തരത്തിൽ അദ്ദേഹം വാർത്തകൾ വരികയാണെന്നും അദ്ദേഹം നേരിട്ട് ഇത്തരം പരാതി പറഞ്ഞതായി കണ്ടിട്ടില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. നേതാക്കളെ കാണുന്നത് എപ്പോഴും പരസ്യമായിട്ടാണെന്നും അനുമതി നിഷേധിച്ചാൽ മാത്രമാണ് അത് വാർത്തയാകേണ്ടതെന്നും അദ്ദേഹം മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഹിന്ദു ഐക്യ നേതാക്കളെ കണ്ടത് ഒളിച്ചല്ലെന്നും താൻ അവരെ എൻ്റെ മുറിയിലിരുത്തിയാണ് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. തനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയവർ ഉൾപ്പെടെയുള്ളവരാണ് നിവേദനം നൽകാൻ വന്നത്, അവരെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല. താനൊരു വിഭാഗത്തിന് മാത്രം പ്രതിനിധിയല്ല, അതിനാൽ കാണാൻ വരുന്നവരോട് സംസാരിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല. ആര് നിവേദനം കൊണ്ടുവന്നാലും ഞാൻ 2 കൈ നീട്ടി വാങ്ങിയേ കഴിയൂ, ഞാൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം. ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുന്ന NGO നേതാക്കളും CPM അനുഭവമുള്ള അധ്യാപക സംഘടനകളും താൻ ഹിന്ദു ഐക്യ നേതാക്കളെ ഇരുത്തി അതേ കസേരയിൽ വന്നിരുന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ പണ്ട് RSS നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ ഒളിച്ചു കണ്ടതുപോലെയല്ല താൻ നേതാക്കളെ കാണുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. വിവിധ സംഘടനാ നേതാക്കൾക്കുമായുള്ള കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ്. BDGS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ആലുവയിൽ വസതിയിൽ വന്ന് കണ്ടിരുന്നു. അതുപോലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. കൂടാതെ നിരവധി ബിഷപ്പുമാരും സമസ്തയുടെ നേതാക്കളും സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും എന്നെ കാണാൻ വരും. സാമൂഹ്യ പ്രശ്നങ്ങൾ സ്ഥാപനക്കാരെ പറയാൻ സംസാരിക്കാൻ വരാറുണ്ട്. ആര് വന്നാലും അവർക്ക് പറയാനുള്ള കേൾക്കുക എന്നത് ഒരു ജനപ്രതിനിധിയായ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായ എൻ്റെ കടമയാണെന്നും ഇത്തരം കൂടിക്കാഴ്ചകളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും വി ഡി സതീശൻ അവർ പറഞ്ഞു. എന്തായാലും സുകുമാരൻ നായർക്ക് കൃത്യമായി ഉള്ള മറുപടി വി ഡി സതീശൻ കൊടുക്കുന്നു. വി ഡി സതീശനെതിരെയുള്ള മറുപടി സുകുമാരൻ നായർ പറയുന്നു. അപ്പോൾ ഇതാ ഇടയ്ക്ക് സുരേഷ് ഗോപി ചേട്ടൻ കയറി വരുന്നു. സുരേഷ് ഗോപി ചേട്ടൻ വില്ലനായി വരുന്ന സുരേഷ് ഗോപിയോട് പറഞ്ഞു, അടങ്ങ് സുരേഷേ, നിന്നെ എനിക്കറിയാം, നീ തൃശ്ശൂർ പോയി നിന്ന് ബിഷപ്പുമാരെ കാല് പിടിച്ച് ജയിച്ചതാണ്, നിന്നെ എനിക്കറിയാം, നീ നായന്മാർക്ക് പാര തോണ്ടുന്നവനാണ്, ഒരു കാരണവശാലും നീ പെരുന്നേൽ കയറി പോകരുത്,
നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഔട്ട് എന്നാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ വളരെ കൃത്യമായി സുരേഷ് ഗോപി വേഴ്സസ് പെരുന്ന നായർ, സുകുമാരൻ നായർ വേഴ്സസ് വി ഡി സതീശൻ. എല്ലാവരും ഭാഗ്യവശാൽ നായന്മാരാണ് എന്നുള്ളതാണ് ഈ നായർ ഷോയിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട കാച്ചിങ് വേർഡ് എന്ന് പറയുന്നത് മൂന്നാളും നായന്മാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഷോ ഇനി തുടരും. ഇതിൻ്റെ അടുത്ത ഭാഗം ദൃശ്യം 2 തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.